ഞാൻ ഡോക്ടർ പ്രസാദ്. ഞാൻ പലപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയാറുള്ളത്, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗികളോട് പറയാറുള്ളത്, നിങ്ങളാണ് നിങ്ങളുടെ ഡോക്ടർ. എന്താണ് ശരിക്കും ഒരു രോഗി ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ട് അത് രോഗി ഫോളോ ചെയ്യുമ്പോഴാണ് അത് ശരിക്കും ചികിത്സയാവുക. ഡോക്ടർമാർ ഓരോന്നോ പറഞ്ഞ് വീട്ടിൽ വിടും, കുറച്ച് മരുന്ന് കൊടുക്കും, വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് മനസ്സിലാക്കി വീട്ടിൽ വിടും. പക്ഷെ ഇവർ പോയിട്ട് ഈ മരുന്ന് കഴിക്കൽ മാത്രം കൃത്യമായിട്ട് ചെയ്യും, മാസം മാസം ചെക്കപ്പ് നടത്തും. പിന്നെ ഇങ്ങനെ ഒരു പ്രഹസനം പോലെ കൊല്ലത്തിലൊരിക്കൽ ഹോൾ ബോഡി ചെക്കപ്പ് നടത്തിയിട്ട് കാല് പോയോ കണ്ണ് പോയോ കിഡ്നി പോയോ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ചെക്കപ്പ് നടത്തുന്നതോ ഇടക്കിടക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ നോക്കിയിട്ട് വിലയിരുത്തുന്നതോ അല്ല ട്രീറ്റ്മെൻറ്റ്. ഈ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്നും അതെല്ലാം തിരിച്ച് പഴയ പോലെ ആക്കാൻ എന്ത് വേണമെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ സ്വമേധയാ ചെയ്യുന്നതായിരിക്കണം ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സ. അതല്ലാതെ ഒരു ഡോക്ടർക്കും ചികിത്സിക്കാൻ പറ്റുന്ന രോഗമല്ല ജീവിതശൈലി രോഗം എന്ന് തിരിച്ചറിയുക. കാരണം നിങ്ങളുടെ ജീവിതശൈലി ചിട്ടപ്പെടുത്തലായിരിക്കണം ചികിത്സയുടെ അടിസ്ഥാനം. സോ ഇത് മനസ്സിലാക്കാതെ കുറേ വ്യായാമം ചെയ്യും പലരും, കുറേ മരുന്നുകൾ കഴിക്കും. നിങ്ങൾ ജീവിതകാലം മുഴുവൻ മരിക്കുന്നവരിങ്ങനെ ചെയ്യുന്നുണ്ടാകും. സോ രോഗങ്ങൾ വന്ന വഴിയോടെ തിരിച്ചു പോയിട്ട് എങ്ങനെയാണ് രോഗിയായതെന്ന് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി ആ കറക്ഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റ് ചെയ്തത് കാലങ്ങളോളം പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും പലരും. പക്ഷേ ആ കറക്ഷൻ വിത്തിൻ ഫ്യൂ ഡേയ്സ് തെറ്റ് തിരുത്തി കൃത്യതയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് ഓർ വീക്സ് നിങ്ങളുടെ രോഗമെല്ലാം നോർമലിലേക്ക് വരും. പലപ്പോഴും പലരും ഈ മരുന്നുകൾ കഴിക്കുന്നത് ഇത്രയും മരുന്നൊന്നും കഴിക്കേണ്ട ഒരു ആവശ്യവും പലർക്കും ഉണ്ടാവില്ല. നിങ്ങൾ ചിട്ട തെറ്റിച്ച് താളമില്ലാതെ ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുക. എല്ലാം ചിട്ടപ്പെടുത്തി ജീവിതശൈലി താളത്തിലേക്ക് കൊണ്ടുവന്നാൽ എത്ര മരുന്ന് കഴിക്കുന്ന ആളുടെയും മരുന്നുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയും സാധ്യമായാൽ അല്ല നിർത്താൻ പറ്റും, ഇല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഡോസിൽ മാത്രം മരുന്ന് കഴിച്ച് ജീവിക്കാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ, ഒരു സൂസൻ ഷാജി, ഈ ലേഡിയുടെ അനുഭവം ആ ലേഡി പറയുന്നതിന് നിങ്ങളൊന്ന് കേൾക്കുക. നമസ്കാരം, എൻ്റെ പേര് സൂസൻ ഷാജി. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ അടൂരിൽ ഒരു ക്ലിനിക്ക് നടത്തുന്നു. ഞാൻ കഴിഞ്ഞ 13 വർഷമായി ഡയബറ്റിക് പേഷ്യൻ്റാണ്. അതിനെ തുടർന്ന് കൊളസ്ട്രോള്, BP എല്ലാം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ബഹ്റിനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് ഗ്ലൂക്കോഫേജ് 500 mg മെറ്റ്ഫോമിൻ 500 mg 3 times കഴിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഷുഗറിനൊന്നും ഒരു വ്യത്യാസവും വന്നില്ല. BP ടെൽമിസാറ്റിൻ 20 mg അതിൽ കൺട്രോൾ ആകാഞ്ഞപ്പം 40 mg കഴിച്ചുകൊണ്ടിരുന്നു. കൊളസ്ട്രോളിനും ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. ഒരു ദിവസം BP ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ അത് ഭയങ്കരമായ ഹെഡേക്ക് ആയിരുന്നു. 10 വർഷം മുമ്പ് തന്നെ ഡോക്ടറിൻ്റെ ഒരു ബുക്ക് ഞാനൊരു ബുക്ക് ഫെസ്റ്റിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അതിൽ എക്സസൈസ് കണ്ടു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്തൊക്കെയോ ചെയ്തു. പക്ഷേ ഷുഗറിന് വ്യത്യാസം കാരണം ചെയ്യേണ്ട പോലെ ഒന്നും അല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഡയറ്റ് കൺട്രോൾ ഇല്ലായിരുന്നു. ജസ്റ്റ് എക്സസൈസ് ആ ബുക്കിൽ നിന്ന് വായിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളായിരുന്നു. 1 വർഷത്തോളമായി നാട്ടിലെത്തിക്കഴിഞ്ഞ് എൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ എപ്പോഴും എനിക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലാണ്. 220, 190. ലാബിൽ പോകുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്താൽ ഒരു 130, 140 ആ റേഞ്ചിൽ നിന്നു. ഇവിടെ ഞാൻ ഗ്ലൈക്കോമെറ്റ് GP എന്നുള്ള ടാബ്ലറ്റ് 1 കഴിച്ചുകൊണ്ടിരുന്നു. നാട്ടിൽ വന്ന നമ്മുടെ നാട്ടിലെ ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 140. ഡോക്ടർ ഒരു ടാബ്ലറ്റ് കൂടെ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തതേ ഉള്ളൂ. 1 മന്ത് കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അന്നേരമാണ് ഓർക്കുന്നത് ഞാൻ ഈ ടാബ്ലറ്റ് എത്ര നാൾ കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഡോക്ടറിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഫ്രണ്ട്, അവളുടെ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു, മെഡിസിൻ നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ അന്നേരം ഞാൻ ആലോചിച്ചു, എന്നാൽ ഞാനിവിടെ ഉടനെ തന്നെ ഞാൻ വിളിച്ചിട്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ 10 മാസത്തോളമായി എനിക്ക് SGPT, SGOT എല്ലാം കൂടുതലായിരുന്നു. ബിഫോർ ട്രീറ്റ്മെൻറ്റ് SGPT 65ഉം SGOT 60 ആയിരുന്നു. ഇപ്പോഴത് 14ഉം 15ഉമായി. ടാബ്ലറ്റ് ഹാഫ് എന്നുള്ള ആ രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റിൽ 1/8 കഴിച്ചുകൊണ്ടിരുന്നു.
എനിക്ക് എന്നേ ടാബ്ലറ്റൊക്കെ നിർത്താമായിരുന്നു. പക്ഷേ എൻ്റെ ട്രാവലിംഗ് കൊണ്ടും എൻ്റെ ഒരു അലസത കൊണ്ട് ഈ ടാബ്ലറ്റ് 1/8 കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ബിപിയുടെ ടാബ്ലറ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തൊരു 15 ഡേയ്സിൽ തന്നെ ഹാഫാക്കി കംപ്ലീറ്റ് നിർത്തി. എനിക്ക് തലവേദനയില്ല ഇപ്പം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ച എൻ്റെ മൈഗ്രെയിന് 10 മാസം കഴിഞ്ഞു. 11 മാസം ആവുന്നു എനിക്കില്ല. ഒത്തിരി ഹാപ്പിയാണ്. കൊളസ്ട്രോളിൻ്റെ ഒരു ഹാഫ് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അതും നിർത്താൻ പറ്റും. ഒരു കഴിഞ്ഞ ഈ മാസം 11ന് ഞാൻ റിസൾട്ട് ഡോക്ടറിന് അയച്ചപ്പോൾ ഡോക്ടറിൻ്റെ ഒരു വോയിസ് മെസ്സേജ് കിട്ടി. അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് 8-10 ദിവസം കറക്റ്റായിട്ട് ചെയ്താൽ ഈ ടാബ്ലറ്റ് നിർത്താം, അല്ലെങ്കിൽ കാലാകാലം ഇത് തുറന്നുകൊണ്ട് പോകണം എന്നാണ് ഡോക്ടറിൻ്റെ വോയിസ് മെസ്സേജ് കിട്ടിയത്. അതാണ് ഞാൻ ഏറ്റവും വലിയ മോട്ടിവേഷനായിട്ട് എടുത്ത് ഇന്നലെ മാർച്ച് 20 എൻ്റെ ഈ 8 ടാബ്ലറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. ഒത്തിരി ഹാപ്പിയാണ്. എനിക്ക് ഫിസിക്കലി മെൻ്റലി ഇങ്ങനെ ഒത്തിരി റിലാക്സ് ആയിട്ട്, ബോഡി ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നു. മിക്കവാറും ദിവസങ്ങളിൽ രാവിലത്തെ എക്സസൈസ് മാത്രം ചെയ്ത് സൂംബയൊന്നും ചെയ്യാതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഈ 10 ദിവസം കറക്റ്റായിട്ട് ഞാൻ ചെയ്തു. ഒത്തിരി താങ്ക്സ് ഉണ്ട് ഡോക്ടറിനോട്, പ്രത്യേകിച്ച് താങ്ക് യു. അതുപോലെ കെയർടേക്കർ സ്മിതയോട്, ഇത് മാറ്റാം എന്ന് ഒറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്ത സ്മിതയ്ക്കും ഒത്തിരി താങ്ക്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നിയത്? കുറേ വ്യായാമങ്ങൾ ചെയ്തു. ഞാൻ എഴുതിയ പുസ്തകം തന്നെ വായിച്ചിട്ട് കുറേ വ്യായാമങ്ങൾ ചെയ്തു. ആ വ്യായാമമാണ് ചികിത്സ എന്ന് പലരും തെറ്റിദ്ധരിച്ചു. വ്യായാമങ്ങൾ ഗ്ലൂക്കോസും കൊഴുപ്പ് എനർജി ആക്കാൻ വേണ്ടിയുള്ളതാണ്. അത് കൂടാതെ ബ്രീത്തിങ് എക്സസൈസ്, കാർഡിയക് എക്സസൈസ് എല്ലാം അതനുസരിച്ചുള്ള പിന്നെ സ്ട്രെച്ചുകൾ, യോഗ, എല്ലാം ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. സോ വ്യായാമം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ 10 വ്യായാമങ്ങൾ നമ്മുടെ എല്ലാ മസിൽസും ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസും കൊഴുപ്പും നന്നായിട്ട് കത്തും. നടത്തത്തിനേക്കാൾ 10 ഇരട്ടി ഗുണം കിട്ടും അതിന്. പക്ഷെ അതാണ് ട്രീറ്റ്മെൻ്റ് എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് പ്രശ്നം. അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കറക്ഷൻസും എല്ലാം കൂടെ ചേർത്ത് ഒരു വേ ഓഫ് ലൈഫാണ് നമ്മുടെ ചികിത്സാ രീതി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന ആളുകൾക്ക് മരിക്കുന്നതെന്നൊരു ജീവിച്ചേ പറ്റൂ. അത്രയും കാലം ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ എന്ത് വേണം? എന്തെങ്കിലും രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് മറികടക്കേണ്ടതെന്നും അതും കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ എന്ത് വേണം, ഇതാണ് എല്ലാവരും പഠിച്ച് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇത്രയും നല്ലൊരു ജീവിതം വെറുതെ നശിപ്പിക്കാനുള്ളതല്ല. താങ്ക് യു.